അയാൾ തന്റെ അച്ഛൻ വെച്ചിട്ടുപോയ ഒരു പെട്ടി തുറന്നു. കോടിക്കണക്കിന് വിലമതിക്കുന്ന സ്വത്ത് അതിലുണ്ടാകുമെന്ന് അയാൾ കരുതി. പക്ഷേ അതിനുള്ളിൽ ഐസ് കൊണ്ടുണ്ടാക്കിയ ഒരു പെൻഗ്വിന്റെ പ്രതിമയാണ് അയാൾ കണ്ടത്. ഇനി തന്റെ ആഡംബര ജീവിതം തുടങ്ങാമെന്ന് അയാൾ ചിന്തിക്കുകയായിരുന്നു. പക്ഷേ എന്താണ് അയാൾക്ക് കിട്ടിയത്? ഒരു തണുത്ത പ്രതിമ മാത്രം. നിരാശനായ അയാൾ പ്രതിമ ഒരു മൂലയിൽ വെച്ചു. അപ്പോഴാണ് വിചിത്രമായ എന്തോ സംഭവിച്ചത്. ആ ഐസ് പെൻഗ്വിൻ ചലിക്കാൻ തുടങ്ങി. മുറിയിൽ ഒരു പ്രത്യേക ശബ്ദം വന്നു തുടങ്ങി. അയാൾ തിരിഞ്ഞു നോക്കിയപ്പോൾ പ്രതിമ അവിടെയില്ല. ഞെട്ടിപ്പോയ അയാൾ തിരിച്ചു നോക്കി. ആ പ്രതിമ യഥാർത്ഥത്തിൽ ജീവനുള്ള ഒരു പെൻഗ്വിനായിരുന്നു. അപ്പോഴും അയാൾക്കത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അയാൾ പതുക്കെ ആ പെൻഗ്വിനെ എടുത്ത് അവനെ സ്വാഗതം ചെയ്തു. അപ്പോൾ പെൻഗ്വിനും അയാൾക്കൊരു സ്വാഗത സമ്മാനം നൽകി. അയാൾക്ക് വല്ലാതെ ദേഷ്യം വന്നു. പക്ഷേ ഓഫീസിലേക്ക് പോകാൻ അയാൾക്ക് വൈകിയിരുന്നു. അയാൾ പെട്ടെന്ന് പെൻഗ്വിനെ ബാത്റൂമിൽ വെച്ച് പോയി. പക്ഷേ അയാൾ പോയ ശേഷം പെൻഗ്വിൻ അബദ്ധവശാൽ ടാപ്പ് തുറന്നുവിട്ടു. വൈകുന്നേരം അയാൾ വീട്ടിൽ തിരിച്ചെത്തിയപ്പോൾ വാതിൽ തുറന്ന ഉടൻ വെള്ളത്തിന്റെ തിരമാലകൾ അയാളെ വീണ്ടും സ്വാഗതം ചെയ്തു. അതിലൊഴുകിപ്പോയ അയാൾ തൂങ്ങിക്കിടന്നു. പക്ഷേ പെൻഗ്വിൻ അവിടെ നിർത്തിയില്ല. ഇപ്പോൾ അവൻ തന്റെ പിന്നാമ്പുറം കൊണ്ട് അയാളുടെ മുഖത്തേക്ക് തന്നെ ലക്ഷ്യം വെച്ചു. ഇനി ഇത് മതി. താൻ മൃഗങ്ങളെ നിയന്ത്രിക്കുന്നവരെ വിളിക്കാമെന്ന് അയാൾ കരുതി. പക്ഷേ അവർ പറഞ്ഞു, ഇത് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിന്റെ പരിധിയിൽ വരുന്നതല്ല. അയാൾക്ക് വല്ലാതെ വിഷമമായി. പക്ഷേ ആ ഭംഗിയുള്ള പെൻഗ്വിനെ കണ്ടപ്പോൾ അയാളുടെ ദേഷ്യം അലിഞ്ഞുപോയി. അയാൾ അവനുവേണ്ടി പെൻഗ്വിൻ പാചകക്കുറിപ്പുകൾ ഓൺലൈനിൽ ഓർഡർ ചെയ്യാൻ തുടങ്ങി. എന്നിട്ട് ക്ഷീണിതനായ അയാൾ അവിടെ തന്നെ ഉറങ്ങിപ്പോയി. അടുത്ത ദിവസം രാവിലെ അതേ പെൻഗ്വിൻ അയാളുടെ അലാറം ക്ലോക്കായി മാറി. പരസ്പരം കണ്ടപ്പോൾ ഇരുവരും നിലവിളിച്ചു. ഇപ്പോൾ അയാളുടെ തല കറങ്ങാൻ തുടങ്ങി. അയാൾ പെൻഗ്വിനെ പിടിച്ച് വീടിന് പുറത്താക്കി. പക്ഷേ പെൻഗ്വിൻ വാതിലിന് മുന്നിൽ നിന്ന് ഒരടി പോലും മാറിയില്ല. അപ്പോൾ അയാൾ ഒരു പൂപ്പാത്രം കണ്ടു. ഒരു ആശയം തോന്നി. അയാൾ പൂക്കൾ പുറത്തെടുത്ത് തറയിൽ വെള്ളമൊഴിച്ച് പെൻഗ്വിനെ അതിൽ സ്ലൈഡ് ചെയ്യിപ്പിച്ചു. ഇപ്പോൾ എനിക്ക് കുറച്ച് ഒഴിവ് സമയം കിട്ടുമെന്ന് കരുതി. പക്ഷേ അയാൾ താഴെയെത്തിയ ഉടൻ റിസപ്ഷനിസ്റ്റ് അയാളെ തടഞ്ഞു. സർ, ഒരുപക്ഷെ താങ്കളുടെ സാധനം അബദ്ധത്തിൽ ഞങ്ങളുടെ അടുത്ത് വന്നതായിരിക്കാം. ഇത് എന്റേതല്ല എന്ന് അയാൾ നിഷേധിച്ചു. പക്ഷേ CCTV ദൃശ്യങ്ങൾ അയാൾ ചെയ്തതെന്താണെന്ന് വ്യക്തമായി കാണിച്ചു. അയാൾ മൗനമായി പെൻഗ്വിനെ തിരിച്ചുകൊണ്ടുവന്നു. അപ്പോഴേക്കും മറ്റൊരടുപ്പ് ബോക്സ് വന്നു. ഇത്തവണ ഒരാളല്ല, ഒരു കൂട്ടം പെൻഗ്വിനുകളുണ്ടായിരുന്നു. ഇത് കണ്ടപ്പോൾ അയാൾ ഞെട്ടിപ്പോയി. പെൻഗ്വിനുകൾ നിമിഷങ്ങൾക്കകം വീടിന്റെ അവസ്ഥ നശിപ്പിച്ചു. എന്നിട്ട് അയാളുടെ മുൻ ഭാര്യയും മക്കളും വീട്ടിലെത്തി. അയാൾക്ക് ഒഴികഴിവ് പറയാൻ കഴിയുന്നതിനു മുമ്പ് മകന്റെ കണ്ണുകൾ പെൻഗ്വിനിൽ ഉടക്കി. പക്ഷേ ഭയപ്പെട്ടതുപോലെ ഒന്നും സംഭവിച്ചില്ല. കുട്ടികൾ പെൻഗ്വിനുകളെ സ്നേഹിക്കാൻ തുടങ്ങി. ഇത് കണ്ട് മുൻ ഭാര്യയുടെ നോട്ടവും അല്പം മൃദുവായി. പക്ഷേ ഈ സന്തോഷം അധികനാൾ നീണ്ടുനിന്നില്ല. മൃഗശാലയിലുള്ളവർ വീട്ടിലെത്തി. അവർക്ക് പെൻഗ്വിനുകളെ കൊണ്ടുപോകണമായിരുന്നു. ഇത് കേട്ട് അയാൾ സന്തോഷം കൊണ്ട് ചുവന്നുപോയി. ഒരുപക്ഷെ ഇപ്പോൾ തന്റെ ജീവൻ രക്ഷിക്കപ്പെടും. പക്ഷേ കുട്ടികൾ അവരെ കൊണ്ടുപോകാൻ സമ്മതിച്ചില്ല. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഭാര്യയും കുട്ടികളും വീട്ടിൽ നിന്ന് പോയി. പക്ഷേ ഇപ്പോൾ പെൻഗ്വിനുകൾ വീട് മുഴുവൻ കൈയടക്കിയിരുന്നു. അപ്പോഴാണ് അവരുടെ രഹസ്യം അയാൾ കണ്ടെത്തിയത്. ഈ പെൻഗ്വിനുകൾക്കെല്ലാം ചാർലി ചാപ്ലിന്റെ സിനിമകൾ ഇഷ്ടമായിരുന്നു. അയാൾ ഒരു ബുദ്ധിപരമായ നീക്കം നടത്തി. പെൻഗ്വിനുകളെ TV കാണാൻ വെച്ച് ഒരു ആയയെ നിയമിച്ചു. എന്നിട്ട് താൻ തന്നെ പാർട്ടിക്ക് പോയി. അവരെ പരിപാലിക്കുന്നത് എളുപ്പമുള്ള ജോലിയാണെന്ന് ആയ കരുതി. പക്ഷേ അവൾ TV ചാനൽ മാറ്റുകയും സ്ക്രീനിൽ ഒരു കടൽസിംഹത്തെ കാണുകയും ചെയ്ത ഉടൻ പെൻഗ്വിനുകളെല്ലാം പേടിച്ച് ഭ്രാന്തെടുത്തു. ആയ ഭയന്ന് വീട്ടിൽ നിന്ന് ഓടിപ്പോവുകയും വാതിൽ തുറന്നിടുകയും ചെയ്തു. വാതിൽ തുറന്നിരിക്കുന്നത് കണ്ട് എല്ലാ പെൻഗ്വിനുകളും അവരുടെ സ്വന്തം വികാരങ്ങളുടെ സഹായത്തോടെ പുറത്തുവന്ന് അയാൾ പാർട്ടിയിൽ ആസ്വദിക്കുന്നിടത്തേക്ക് നേരെയെത്തി. പെൻഗ്വിനുകൾ സ്ലൈഡ് ചെയ്തും വഴിയിലെ തടസ്സങ്ങൾ തകർത്തും അയാളുടെ അടുത്തെത്തി. അവരെ കണ്ടപ്പോൾ അയാൾ പാർട്ടിയിൽ നിന്ന് ഓടിപ്പോയി. ദിവസങ്ങൾ കടന്നുപോയി. പെൻഗ്വിനുകൾക്ക് തന്നെ കൂടാതെ ജീവിക്കാൻ കഴിയില്ലെന്ന് അയാൾക്ക് മനസ്സിലാക്കി തുടങ്ങി. ഒരുപക്ഷേ അവർ അവരിൽ അമ്മയെ കണ്ടിരിക്കാം. അയാളുടെ ഹൃദയം അലിഞ്ഞുപോയി. സ്നേഹത്തോടെ അവരെയും തന്റെ ജീവിതത്തിന്റെ മനോഹരമായ ഒരു ഭാഗമാക്കി മാറ്റി. അപ്പോൾ പറയൂ, നിങ്ങൾക്കും മൃഗങ്ങളെ ഇഷ്ടമാണോ?